നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സുകന്യയെ മിത്ര പോയി വിളിക്കുകയാണ്. ആ സമയത്ത് സുകന്യക്ക് ഇത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായി. ഇവളെന്തിനാ തന്നെ വിളിക്കുന്നതെന്ന്. ഒരു കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേ. എന്ത് കാര്യമാണെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷെ മിത്ര വിട്ടുകൊടുക്കോ? മിത്ര പറഞ്ഞു, സുകന്യ ചേച്ചി പുറത്തേക്കൊന്ന് വാ, നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാന്ന് പറയണം. അപ്പോഴേക്കും സുകന്യ ധർമ്മനെ ഒന്ന് നോക്കി. ധർമ്മന് മനസ്സിലായി എന്തോ ഒരു പണിയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ സുകന്യയും വിളിച്ചോണ്ട് മിത്ര പുറത്തേക്ക് വരുമ്പോ വീടിന് പുറത്തായിട്ട് മീനാക്ഷി ശ്രീദേവിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സുകന്യ വന്നിട്ട് ചോദിച്ചു, എന്താ എന്തിനാ മിത്ര എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു, അല്ല സുകന്യേച്ചിക്ക് ശമ്പളം എത്രയാന്ന് കൃത്യമായിട്ട് അറിയണോന്ന് ചോദിക്കണം. സുകന്യേച്ചി അതെന്താ ഇപ്പൊ അങ്ങനെ? അതെ, കൃത്യമായിട്ടുള്ള ശമ്പളം അറിയാൻ നിർബന്ധമുണ്ടോ എന്ന് മീനാക്ഷിയും കൂടെ ചോദിക്കുകയാണ്. സുകന്യക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള എന്തോ ഒരു പണി തരാനാന്ന്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്താണെങ്കിലും നല്ലതിന് വേണ്ടല്ല ചോദിച്ചെന്ന് മനസ്സിലായി. ബാലച്ചനെ നാണം കെടുത്താനാ അങ്ങനെ ചോദിച്ചെന്നൊക്കെ മനസ്സിലായി. പക്ഷെ മേലാൽ ഇനി ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറയാം. എല്ലാരും ഇരിക്കുന്ന സമയത്ത് ബാലച്ചനെ മറ്റുള്ളവരെ താഴ്ത്തി കിടുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അത് ഈ കുടുംബത്തിന് ശരിയായിട്ടുള്ള രീതിയിലുള്ള സംസാരമല്ല. മീനാക്ഷി പറഞ്ഞു, ഇന്നലെ തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു. മാമന്റെ കാര്യം ഓരോന്ന് ചോദിക്കുമ്പോഴും സുകന്യേച്ചിയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നേ. മാമന് മാമന്റേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കുന്നില്ല. പിന്നെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ചു നാളിങ്ങനെ പോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ തുടരാനാ ഭാവമെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനുള്ള കാര്യമല്ലേ ചോദിച്ചുള്ളൂ, സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങളാ ചോദിച്ചേ. അതിനകത്തിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, പ്രശ്നമുണ്ട്. ഈ കുടുംബത്തിൽ അങ്ങനെയല്ല. കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാം വന്ന മരുമക്കളാ. ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ശമ്പളത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ചോദിച്ചിട്ടില്ല. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, നിങ്ങൾക്കറിയാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിന്റെ ശമ്പളം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, ശമ്പളം അറിയുന്നതിനൊന്നും കുഴപ്പമില്ല, അത് മാമനോട് വേണേ ചോദിക്കാം. പക്ഷെ ബാലച്ചൻ ഇരിക്കണ സമയത്ത് ബാലച്ചനെ നാണം കെടുത്തുന്ന വിധത്തില് ഈ ദേവമംഗലത്തെ മൊത്തം നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ബാലച്ചൻ ആഹാരം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയത്. ഇന്ന് വരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ഇതുപോലൊന്നും അല്ലാന്ന് പറയണം. സുകന്യക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രീദേവി പറഞ്ഞു, സുകന്യേച്ചി മനഃപൂർവ്വം ചെയ്താന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, കൃഷ്ണമംഗലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ, രായശ്രീ ആന്റിയുടെ ബന്ധുവാന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ പോയിട്ട് അവിടുത്തെ എന്തേലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടെ വന്നിട്ട് പണി തരാനാ ഭാവമെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ മിത്രയും പറഞ്ഞു. മിത്രയും വിട്ടുകൊടുക്കാൻ ആയിരുന്നില്ല. പിന്നീട് ശ്രീദേവി പറഞ്ഞു, കുറച്ച് ദിവസം പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ, ഈ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സമയം തരും. അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇതുപോലെ തന്നെയാ ചെയ്യാൻ പുറപ്പാടെങ്കിൽ അറിയാലോ, ഒരു പ്രഭാഷണം പീരീഡ് പോലെ കരുതിയാൽ മതി. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെയാ ചെയ്യാൻ ഭാവമെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, അറിയാലോ. ഞങ്ങളുടെ കൈ കർണത്ത് പതിവെന്ന് പറയണം. ഇത് കേട്ടപ്പോ സുകന്യ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് മനസ്സിലായില്ലേ, പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യും. ദേ, ഈ കുടുംബത്തിലുള്ളവർ തമ്മിൽ തെറ്റിക്കാനും ഈ കുടുംബത്തിന് സ്വസ്ഥത നശിപ്പിക്കാനാ ഭാവമെങ്കിൽ അതിവിടെ നടക്കത്തില്ലെന്നാ പറഞ്ഞെന്ന് പറയണം. ഇത് ഇവിടം കൊണ്ട് തന്നെ നിർത്തിക്കണം. ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് വന്ന മരുമക്കളാ. ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. അവസാനം താക്കീതും കൊടുത്തിട്ട് അവര് 3 പേരും കൂടെ അങ്ങോട്ട് ഒരു മാസ് പ്രകടനം നടത്തിയിട്ട് പോകുന്ന പോലെ അങ്ങോട്ട് പോവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ സുകന്യക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. തന്റെ കർണം അടിച്ചു പൊട്ടിക്കുമെന്ന് കാണിച്ചു കൊടുക്ക എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. പിന്നീട് മുറിയിലേക്ക് വന്നപ്പം ധർമ്മൻ ചോദിച്ചു, എന്താ സുകന്യെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് സുകന്യ പറഞ്ഞു. സുകന്യക്ക് ഇങ്ങനെ പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ. മീനാക്ഷി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ആകാശ് മുറിയിലുണ്ടായിരുന്നു. അപ്പൊ ആകാശിനോട് മീനാക്ഷി പറഞ്ഞു, ആകാശേ, എന്താണെങ്കിലും ആകാശ് പറഞ്ഞു മോശമായി പോയെന്ന് പറയാം. എന്ത്? അല്ലല്ലോ, എല്ലാരും ഇരിക്കണ സമയത്ത് ശമ്പളത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ, അതാണോ? എടി, ശമ്പളത്തിന്റെ കാര്യം എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടാതിരിക്കുമായിരുന്നു. ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളെന്ന് പറയണം. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമല്ല ആകാശേ. ഇത്ര നാളായി, ഇതുവരെ ആയിട്ടും ഇവിടെ ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എടി,
സുകന്യാഴ്ചയായിട്ട് ഒരവസരം ഇട്ടെന്നാ, പിന്നെ ആ അവസരം മുതലാക്കണ്ടേ. അച്ഛനോട് നേരിട്ട് പറയാൻ പറ്റുമോ? പലപ്പോഴും അച്ഛനോട് ഇടയ്ക്കിടയ്ക്കൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ശമ്പളം കൂട്ടുന്ന കാര്യം, പക്ഷെ ഇതുവരെയായിട്ട് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അതെ, അച്ഛൻ എന്താളും സ്വന്തമായിട്ട് കൊണ്ടുപോയി കഴിക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും കൂടെ വേണ്ടിട്ടല്ലേ ഗോമതി സ്റ്റോഴ്സ് നടത്തിക്കൊണ്ട് വന്നേ. ഇത്രയും കാലം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടുവന്നേ ഗോമതി സ്റ്റോഴ്സ് കൊണ്ടല്ലേ. പിന്നെ അച്ഛൻ അറിയാം എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അച്ഛൻ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചെലവായി കളയുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ആകാശ് നിങ്ങൾ എല്ലാവരും കൂടെ ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇതിനു മുമ്പ് അച്ഛൻ എങ്ങനെയായിരുന്നു ഈ കട മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടുവന്നേ? അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് പിന്നെ മീനു ഞാൻ വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അതെ, ഇനി ഇങ്ങനെയുള്ള സംസാരം ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പറയിപ്പിക്കാണ്ട് നമ്മളൊരു ഇടവരുത്തരുത് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ആകാശിനും ഒരു താക്കീത് കൊടുക്കുകയാണ്. കാരണം കുടുംബത്തെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ ഗോമതി എഴുന്നേറ്റ് കോലം വരയ്ക്കാനായിട്ട് വന്നു. അപ്പോഴേക്ക് ശ്രീദേവിയും കൂടെ വരുവാണ്. അങ്ങനെ കോലം വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്താണ് സുകന്യ വരുന്നേ. സുകന്യ ഇത് കണ്ടു. സുകന്യ ചോദിച്ചു, ഇതെന്താന്ന് ചോദിക്കണം. ഗോമതി ചോദിച്ചു, കോലം വരയ്ക്കാൻ തുടങ്ങുക. ആണോ? ആ, കോലം വരയ്ക്കാൻ തുടങ്ങുമല്ലേ. ശ്രീദേവി ചോദിച്ചു, അല്ല സുകന്യച്ചക്ക് കോലം വരയ്ക്കാൻ അറിയാവുന്ന ചോദിച്ചു. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ഫസ്റ്റ് ആയിരുന്നു പറയണേ. എന്ത് കോലം വരയ്ക്കുന്നല്ലോ? അല്ല, കോലം വരയ്ക്കുന്നതിലല്ല, എനിക്ക് പെയിന്റിങ്ങും കാര്യങ്ങളും അങ്ങനെ എല്ലാം അറിയാം, നന്നായിട്ട് ഞാൻ വരയ്ക്കുകയും ചെയ്യും, എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ധർമ്മനും അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ വന്നു. ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അന്നെങ്കിൽ സുകന്യ തന്നെ കോലം വരച്ചോളാൻ പറയണം. സുകന്യ പറഞ്ഞു, ഞാനോ? അല്ല, നിനക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പൊ നന്നായിട്ട് കോലം വരയ്ക്കാൻ അറിയാലോ, നീ വരയ്ക്കാൻ പറയണം. അത് കേട്ടിപ്പോ ഗോമതി പറഞ്ഞു, അത് ശരിയാ സുകന്യെ, നീ തന്നെ കോലം വരച്ചോളാൻ പറഞ്ഞു. സുകന്യ എന്ത് ചെയ്തു? കോലപ്പൊടിയൊക്കെ വാങ്ങി അങ്ങനെ കോലം വരയ്ക്കാൻ തുടങ്ങുകയാണ്. മീനാക്ഷിയും ഇത്രയും അവരെല്ലാം ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുവാണ് കോലം വരയ്ക്കുന്ന കാണാനായിട്ട്. അങ്ങനെ കോലം വരയ്ക്കാൻ തുടങ്ങി. കോലം വരച്ച് തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, കോലം വരച്ച് കഴിഞ്ഞോ സുകന്യെന്ന് ചോദിച്ചു. കോലം വരച്ചത് കഴിഞ്ഞെന്ന് പറയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ഇതാണോ കോലം? ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികള് ഇന്ത്യയുടെ പൂടം വരച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറയണോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യക്ക് ആകെപ്പാടം നാണക്കേടായിപ്പോയി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ കളിയാക്കല്ലടാ. കളിയാക്കിയതൊന്നുമില്ല, ഇങ്ങനെയാണോ സുകന്യ കോലം വരയ്ക്കുന്നേ? ഓ, നീ വലിയ പടമൊക്കെ വരയ്ക്കും, വലിയ പടം വരക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോലം വരയ്ക്കാൻ പോലും നിനക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചു. സുകന്യ ആകെപ്പാടം നാണം കിട്ടുപോയി. ഗോമതി മീനാക്ഷിയും ഇത്ര എല്ലാവരും കൂടെ ചിരിക്കുകയാണ് ധർമ്മന്റെ ഓരോ ചോദ്യം പറിച്ചിലും കേട്ട് കഴിഞ്ഞപ്പോ. ശരിക്കും എല്ലാവരും കൂടി നാണം കിട്ടുപോയി. കാരണം ഒന്നാളാവാനായിട്ട് ശ്രമിച്ചതാ, പക്ഷേ എങ്കിൽ അത് ചീറ്റിപ്പോയി. ഒടുവിൽ സുകന്യ നാണം കിട്ട അവിടെ നിങ്ങോട്ട് പോവാണ്. സുകന്യക്ക് ആ നാണക്കേടൊന്നും മാറ്റണമല്ലോ, എങ്ങനെയെങ്കിലും ഈ ദേഷ്യമൊക്കെ ആരുടെയും പറഞ്ഞു തീർക്കണമല്ലോ. അതിനുവേണ്ടി നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നേ. രാജശ്രീ ആണല്ലോ ആശ്രയം. രാജശ്രീയാണ് വേണ്ടുന്ന എരിപരിയൊക്കെ കയറ്റി കൊടുത്തു വിടുന്നത്. അങ്ങനെ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെന്നു. അപ്പൊ രാജശ്രീ, എന്തൊക്കെയുണ്ട് സുകന്യ വിശേഷങ്ങളെന്ന് ചോദിക്കുക. വിശേഷങ്ങളൊക്കെ പറയാൻ വാ, ആദ്യം ഞാൻ ഇച്ചിരി തണുപ്പ് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി AC ഇടുവാണ്. എന്താ കാര്യം എന്താ വെച്ചാൽ പറ. ദേ, എനിക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ, എനിക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. നീ എന്താ സുകന്യ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ അവിടെ ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരെനിക്ക് വാണിംഗ് തന്നിക്കുക. വാണിംഗ്? എന്ത് വാണിംഗ്? അതെ, മര്യാദയ്ക്ക് ഞാൻ ഇരുന്നില്ലെങ്കിൽ എന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന. കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. മീനാക്ഷിയും ഇത്രയും ശ്രീദേവിയും വിളിച്ചുകൊണ്ടേ വാണി ചെയ്ത കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ടിഞ്ഞപ്പോ രാജശ്രീ പറഞ്ഞു, ദേ, നീ എങ്ങനെയാ പെരുമാറേണ്ടതെന്നറിയാവോ? എങ്ങനെ? നീ തിരിച്ച് അവരുടെ കർണക്കുറ്റി നോക്കി അടിക്കുകയല്ല ചെയ്യണ്ടേ, അവരെ തമ്മിൽ തെറ്റിക്കണമെന്ന് പറയണം. തെറ്റിക്കണമെന്നാ? അതെ, അങ്ങനെയാണ് പ്രതികാരം ചെയ്യട്ടെ. അല്ലാതെ തിരിച്ചൊരുത്തിയുടെ കർണക്കുറ്റി നോക്കിയിട്ട് 2 കൊടുത്തിട്ടൊന്നും കാര്യമില്ല. തിരിച്ച് പ്രതികാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾമാരെ തമ്മിൽ അങ്ങോട്ട് തെറ്റിക്കണം. അതിനുള്ള വിദ്യ എന്താന്ന് വെച്ചാൽ നീ നോക്കാൻ പറയാണ്. പിന്നീട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. സുകന്യക്ക് അത് കേട്ടപ്പോ സമാധാനമായി. രക്ഷപ്പെട്ടു, ഇങ്ങനെയാണ് ഒരു പണി കൊടുക്കണമല്ലോ അങ്ങനൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ സുകന്യ എന്തൊക്കെ പണി കൊടുക്കാൻ ശ്രമിച്ചാലും അതൊക്കെ സുകന്യക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. സുകന്യക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ. ഇനിയിപ്പം മീനാക്ഷിയും ഇത്രയും ശ്രീദേവിക്ക് ഒരു സൈഡ് നിൽക്കും, സുകന്യ ഒറ്റയ്ക്ക് ഒരു സൈഡിലും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.